ഇറാൻ ആകട്ടെ തങ്ങളെ ലോകത്ത് ആദ്യമായിട്ട് F-16 തകർത്ത എയർ ഡിഫൻസ് ഇന്നേ വരെ ഇറാൻ്റെ മേളിൽ ഈ പറയുന്ന F-35 F-16 എല്ലാത്തരം വിമാനങ്ങളും ഇങ്ങനെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഒരു വിമാനത്തിന് നേരെ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഓൾ ഓൺ എ സഡൻ എവിടെയോ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഏതെങ്കിലും ഒരു എയർ ഡിഫൻസ് സങ്കേതം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മിസൈൽ അയക്കുകയും പ്രതീക്ഷിക്കാതെ ഒരു പക്ഷേ ഈ F-35 വന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്തതാണോ എന്നറിയില്ല. കാരണം ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്ന സാധനം കോംപ്രമൈസ് ആകുന്ന സാഹചര്യങ്ങൾ ഈ ഫൈറ്റേഴ്സ് തന്നെ സൃഷ്ടിക്കാറുണ്ട്. ഈ ഫൈറ്റർ പൈലറ്റ് സൃഷ്ടിക്കാറുണ്ട് സംടൈംസ്. ചില സമയങ്ങളിൽ ഫ്ലൈയിങ് ടു ലോ ഒക്കെ വളരെ പ്രശ്നമാണ്. പക്ഷേ F-35 ഒരിക്കലും അത്രയും ലോ ആയിട്ട് പറക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. എത്ര ആ ഹൈറ്റും അതൊരു എന്താണ് പറയുന്നത്, ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഫ്ലൈയിങ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫ്ലൈയിങ്, അതെ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു 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 വാക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം പക്ഷേ അതിൻ്റെ പെയിൻറ്റിങ് ആണ് പ്രധാനം. പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ സ്റ്റെൽത്തിനെ കുറിച്ച് എങ്ങനെയാണ് സ്റ്റെൽത്ത് എന്നുള്ള കപ്പാസിറ്റി ഒരു പ്ലെയിന് ഒരു ഫൈറ്റർ ജെറ്റിന് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ 1-2 ലൈവുകൾ ഇവിടെ നടത്തിയതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും സ്റ്റെൽത്ത് കോംപ്രമൈസ് ചെയ്തപ്പോൾ ഇത് ഹിറ്റ് ചെയ്തതാണോ എന്ന്. സാധാരണ ഇതിൽ ഇങ്ങനെ മിസൈലുകളൊക്കെ ഈ വളരെ അകലെ വരുമ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്ത് തിരിച്ചതിനെ അടിച്ച് കളയാനുള്ള സെറ്റപ്പ്, ഒഴിഞ്ഞു മാറാനുള്ള സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് F-35. പിന്നെ എന്തായാലും ഇറാനിയൻ ഫയറിംഗ് ആണോ അല്ലയോ എന്നറിയില്ല. ഇറാനിയൻ ഫയറിംഗ് ആണെങ്കിൽ അവർക്കൊരു എന്താ പറയുന്ന ഒരു ലക്കി ഷോട്ട് കിട്ടിയെന്ന് തീർച്ചയായിട്ടും പറയാം. പക്ഷെ അത് അവരുടെ എയർ ഡിഫൻസിൻ്റെ ഒരു മികവായിട്ട് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 21 ദിവസമായിട്ട് അവിടെ എന്താ പറയുക അർമാദിക്കായിരുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പോർ വിമാനങ്ങൾ. അപ്പോൾ അന്ന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഇപ്പോൾ ചെയ്തു. പക്ഷേ F-35 എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു വെടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ തകർന്നു വീഴുന്ന ഒരു വിമാനം കൂടിയല്ല. ഒന്നിലധികം വെടികളും ഹിറ്റുകളും ഏറ്റിട്ട് വളരെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്ത F-35 വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം ഒരുമാതിരി ചില കാര്യങ്ങളൊക്കെ പിന്നെ അറിയാമല്ലോ, അതിൻ്റെ എൻജിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫയർ ആയിക്കഴിഞ്ഞാൽ ഒരു തീഗോളമായിട്ട് താഴെ വീഴും. വളരെ വൾണറബിൾ ആണ്. അതേസമയം ചില കാര്യങ്ങളിൽ അത് പ്രിറ്റി സ്ട്രോങ് ആണ്. പിന്നെ ഉള്ളത് ഒരു പൈലറ്റ് മാത്രമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും അതൊരു വാർത്തയാണ്. അത് ഒരു ഹിറ്റെങ്കിലും ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചോളം യുദ്ധത്തിൽ ഒരു നേട്ടമായിട്ട് തന്നെ അവകാശപ്പെടാം. അതിനകത്ത് സംശയമില്ല. ഒരു ഹിറ്റ് ഞങ്ങൾ നടത്തി, F-35 തന്നെ നടത്തി. ആരൊക്കെ അതിന് താഴെയുള്ളവയിൽ ഒന്നും നടത്തിയില്ല, പക്ഷേ F-35 ഒരു ഹിറ്റ് കിട്ടി എന്നവർക്ക് പറയാം. അത് അവരെ ഏത് എയർ ഡിഫൻസ് മെക്കാനിസം വെച്ചാണ് ഹിറ്റ് ചെയ്തത് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊക്കെ വളരെ എളുപ്പമായിരുന്നു. അതുകൂടെ ഇപ്പോൾ അവർ ആക്ച്വലി ഇവരുടെ എയർ ഡിഫൻസ് മെക്കാനിസംസത്തിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് അവർ നല്ല രീതിയിൽ ഈ ഉദാഹരണമായിട്ട് അവരുടെ ഡ്രോൺസ് ഉൾപ്പെടെ ഉള്ളത് വിന്യസിച്ചിരിക്കുന്നത് ഈ എവിടെയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ബോംബിങ്ങിൻ്റെനേക്കാൾ കൂടുതൽ സമയം ആളുകൾ ഈ ലോയിറ്റർ ചെയ്യുന്നതും ഹോർ ചെയ്യുന്നതും ഒക്കെ ഇത് കണ്ടുപിടിക്കാനാണ്. അപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏറ്റവും ഒളിച്ചിരിക്കുന്ന കണ്ണുകൾ അല്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 15% ബാക്കിയുണ്ട് എന്ന് ഇസ്രയേൽ ഇന്നലെയും പറയുന്ന കേട്ടു. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന് കരുതാം. ബട്ട് ഇഫ് ഇറ്റ്സ് എ ഹിറ്റ്, ഇറ്റ്സ് എ ഹിറ്റ്. അത് മേ ബി ദ ഫസ്റ്റ് ടൈം ഇൻ ലോക്കിംഗ് മാർട്ടിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ F-35 ചരിത്രത്തിൽ, ലോക്കിംഗ് മാർട്ടിൻ ഞാൻ പറയുന്നില്ല, F-35 ചരിത്രത്തിൽ എല്ലാ യുദ്ധങ്ങളിലും F-35 അല്ലെ F-16 ഒക്കെ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്ന് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടുന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും കൺഫേംഡ് ആയിട്ടുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല. റഷ്യ അവകാശപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ F-35 അല്ല F-16 അടിച്ചിട്ടെന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ അവകാശങ്ങളുണ്ട്. പക്ഷെ ഒരു F-35 വെടിവെച്ചിട്ടു എങ്കിൽ അല്ലെങ്കിൽ അത് കൊണ്ടുവെങ്കിൽ അല്ലെങ്കിൽ അത് നിർണായകമായിരുന്നെങ്കിൽ അത് ഇറാൻ്റെ ഭൂമിയിൽ തന്നെ അത് വീഴുമായിരുന്നു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എനിവേ സേഫ്ലി ലാൻഡഡ്, പൈലറ്റ് ഈസ് സ്റ്റേബിൾ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.